بسم الله الرحمن الرحيم. الحمد لله وبه نستعين، والصلاة والسلام الأتمان الأكملان على خاتم رسول الله أجمعين، وعلى آله وأصحابه غر الميامين، وعلى أزواجه أمهات المؤمنين، والتابعين لهم بإحسان إلى يوم الدين. ثم أما بعد. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ അൽ അഖീദത്തുൽ വാസിത്തിയ്യയിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആദർശമായി അവസാന ഭാഗത്ത് നൽകുന്ന കിതാബിൻ്റെ അവസാന ഭാഗത്ത് നൽകുന്ന ഭാഗമാണ് ഇന്ന് നമ്മൾ ഇവിടെ വിശദീകരിക്കുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നു, സുമ്മഹും മഅ ഹാദിഹിൽ ഉസൂലി യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ അലാ മാ തൂജിബുഹു ശരീഅ വയറൗന ഇഖാമത്തൽ ഹജ്ജി വൽ ജിഹാദി വൽ ജുമഇ വൽ അഅയാദി മഅൽ ഉമറ അബ്റാറൻ കാനു ഔ ഫുജ്ജാറ ويحافظون على الجماعات ويدينون بالنصيحة للأمة ويعتقدون معنى قوله صلى الله عليه وسلم المؤمن للمؤمن كالبنيان يشد بعضه بعضا وشبك بين أصابعه صلى الله عليه وسلم وقوله صلى الله عليه وسلم مثل المؤمنين في توادهم وتراحمهم وتعاطفهم كمثل الجسد إذا اشتكى منه عضو تداعى له سائر الجسد بالحمى والسهر ويأمرون بالصبر على البلاء والشكر عند الرخاء والرضا بمر القضاء. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറയുന്നത്, സുമ്മഹും ഇതിൽ പിന്നെ അല്ലെങ്കിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ഇതോടൊപ്പം ഈ മുൻ ക്ലാസ്സുകളിൽ നമ്മൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദയായി ആദർശമായി വിശദീകരിച്ച വിഷയങ്ങളോടൊപ്പം അഹ്ലുസുന്നത്തി വൽ ജമാഅ സുമ്മഹും മഅ ഹാദിഹിൽ ഉസൂലി ഈ അടിസ്ഥാനങ്ങളോടൊപ്പം അഹ്ലുസുന്നത്തി വൽ ജമാഅ യഅ്മുറൂന ബിൽ മഅറൂഫ് മഅറൂഫ് കൽപ്പിക്കുന്നു, നന്മ കൽപ്പിക്കുന്നു, വയൻഹൗന അനിൽ മുൻകർ തിന്മ വിരോധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അടിസ്ഥാന കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതോടൊപ്പം നമ്മൾ മുമ്പ് പറഞ്ഞില്ലേ, തൊട്ടുമുമ്പത്തെ ക്ലാസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അസറുകളെ പിൻപറ്റുക, അതേപോലെ ഖുലഫാഉർ റാഷിദീങ്ങളുടെ അസറുകളെ പിൻപറ്റുക, മുസ്ലിമീങ്ങളുടെ ഇജ്മാ പിൻപറ്റുക തുടങ്ങിയ അടിസ്ഥാനങ്ങളാണ്. അതോടൊപ്പം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് മഅറൂഫ് കൽപ്പിക്കുന്നു. മഅറൂഫ് എന്ന് പറഞ്ഞാൽ മതം കൽപ്പിച്ചതെല്ലാം, അതാണ് മഅറൂഫ്. അഹ്ലുസുന്നത്ത് കൽപ്പിക്കുന്നു. വയൻഹൗന അനിൽ മുൻകർ മുൻകർ വിരോധിക്കുകയും ചെയ്യുന്നു. മുൻകർ എന്ന് പറഞ്ഞാൽ ശറഅ് വിരോധിച്ച കാര്യങ്ങളെല്ലാം. അപ്പോൾ ശറഅ് എന്തെല്ലാം കാര്യങ്ങൾ വിരോധിച്ചിട്ടുണ്ടോ അതെല്ലാം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് വിരോധിക്കുന്നു. അപ്പോൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. നിങ്ങളിലൊരു വിഭാഗം ആളുകൾ ഉണ്ടാവണം, നന്മയിലേക്ക് ക്ഷണിക്കുന്ന, നന്മ കൊണ്ട് കൽപ്പിക്കുന്ന, മുൻകർ തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന.
ഈ വിഷയത്തിൽ പ്രമാണവചനങ്ങൾ ധാരാളമാണ്. അലാമ തൂജിബു ശരിയ, ഇസ്ലാമിക ശരീഅത്ത് കൽപ്പിക്കുന്ന വിധമാണ് നന്മ കൊണ്ട് അഹ്ലുസുന്ന കൽപ്പിക്കുകയും തിന്മയെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് വിരോധിക്കുകയും ചെയ്യുന്നത്. ശരീഅത്ത് കൽപ്പിക്കും വിധം, നിർബന്ധിക്കും വിധം, നന്മ കൽപ്പിക്കുന്നു, തിന്മ വിരോധിക്കും. അപ്പം നന്മ കൽപ്പിക്കേണ്ടതും തിന്മ വിരോധിക്കേണ്ടതും ആളുകളുടെ വികാരത്തിനോ ആളുകളുടെ ഹവക്കോ അനുസരിച്ചല്ല, പ്രത്യുത അല്ലാഹു സുബ്ഹാനഹു വ തആല മതമാക്കിയതനുസരിച്ചാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതനുസരിച്ചാണ്. നന്മ കൽപ്പിക്കുക, അതേപോലെ തിന്മ വിരോധിക്കുക എന്നുള്ളത്. നന്മ കൽപ്പിക്കൽ അത് തിന്മയായി മാറാൻ പാടില്ല. തിന്മ വിരോധിക്കുമ്പോൾ വലിയ തിന്മ അതിനെ തുടർന്ന് സംഭവിക്കാനും പാടില്ല. ഇസ്ലാമിക ശരീഅത്ത് നന്മ കൽപ്പിക്കുവാനും തിന്മ വിരോധിക്കുവാനും നിശ്ചയിച്ചതായ അടിസ്ഥാനങ്ങൾക്കനുസരിച്ചാണ് അത് നിർവഹിക്കേണ്ടത്. അതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ രീതി. അതുകൊണ്ടാണ് ശൈഖുൽ ഇസ്ലാം പറഞ്ഞത് അലാമാ തൂജിബു ശരിയ. പിന്നെ അഹ്ലുസുന്നത്തിന്റെ സ്വഭാവം, പ്രത്യേകത, വയറൗന ഇഖാമത്തൽ ഹജ്ജ് വൽ ജിഹാദ് വൽ ജുമുഅ, ഹജ്ജ്, ജിഹാദ്, അതേപോലെ ജുമുഅ, വെള്ളിയാഴ്ചയിലെ ജുമുഅ, അതേപോലെ വല്ല അയാദ്, പെരുന്നാളുകൾ, ഈദുൽ അദ്ഹ, ഈദുൽ ഫിത്തർ എന്നിവ നിർവഹിക്കൽ ആരോടൊപ്പം? മഅൽ ഉമറ, അമീറന്മാരോടൊപ്പം, ഭരണാധികാരികളോടൊപ്പം. അപ്പം ഭരണാധികാരികൾക്കൊപ്പം പെരുന്നാൾ നിർവഹിക്കുക, ജുമുഅ നിർവഹിക്കുക, ജിഹാദ് നിർവഹിക്കുക, ഹജ്ജ് നിർവഹിക്കുക എന്നതെല്ലാം അതിനെക്കുറിച്ച് അഹ്ലുസുന്ന കാണുന്നു, അഭിപ്രായപ്പെടുന്നു. ഭരണാധികാരികൾ അബ്റാറൻ കാനു ഔ ഫുജാറ, അവർ പുണ്യാളരാകട്ടെ അല്ലെങ്കിൽ ഫുജാർ, തെറ്റുകൾ ചെയ്യുന്നവരാകട്ടെ. അബ്റാർ എന്ന് പറഞ്ഞാൽ പുണ്യം ധാരാളമായിട്ട് പ്രവർത്തിക്കുന്നവർ എന്നാണ്. ഫുജാർ എന്ന് പറഞ്ഞാൽ തെറ്റ് കൂടുതൽ പ്രവർത്തിക്കുന്നവർ എന്നാണ്, പുണ്യം കുറവായിരിക്കും. ഭരണാധികാരികൾ രണ്ടായാലും അവരുടെ കീഴിൽ ഹജ്ജ് ചെയ്യുക, ജിഹാദ് ചെയ്യുക, ജുമുഅ നിർവഹിക്കുക, പെരുന്നാൾ ആഘോഷിക്കുക, അത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അഭിപ്രായപ്പെടുന്ന വിഷയമാണ്. അതൊരു പ്രശ്നമല്ല. ഖവാരിജികൾക്കും ഷിയാക്കൾക്കും എതിരാണ് അഹ്ലുസുന്നത്തിന്റെ വാദം. ഖവാരിജികൾ പറയുന്നത് ഭരണാധികാരി ഒരു തെറ്റ് ചെയ്താൽ പിന്നെ ആ ഭരണാധികാരി കാഫിറായി, അയാൾക്ക് അനുസരണം പാടില്ല. ഷിയാക്കൾ പറയുന്നതോ ഭരണാധികാരി മാസൂമായിരിക്കണം, ഇമാമായിരിക്കണം. മാസൂമായി ഇമാമിന് മാത്രമേ എന്തുള്ളൂ? അനുസരണ പ്രതിജ്ഞ ഉള്ളൂ. അയാളുടെ കയ്യിൽ നിസ്കാരവും അതേപോലെ തന്നെ ജുമയും ജമാഅത്തും ഒക്കെ ഉള്ളൂ. അവരുടെ ജൽപ്പന പ്രകാരം അവരുടെ 12ാമത്തെ ഇമാം അൽ ഹസനുൽ അസ്കരി സാമുറായിലെ സിർദാബിൽ ഒളിഞ്ഞടക്കുകയാണ്. അപ്പം അതിൽ പിന്നെ അവർക്ക് എന്തില്ല? മാസൂമായിട്ട് ഇമാമുമില്ല. ഏതായാലും ഷിയാക്കളുടെ വാദം ഇസ്മത്തുള്ള ഇമാമിനാണ് ബൈഅത്ത്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഖവാരിജിന്റെയും ഷിയാക്കളുടെയും മധ്യയാണ് അവരുടെ നിലപാട്. ഭരണാധികാരി ഇസ്ലാമിക നാടുകളിൽ മുസ്ലിം ഇസ്ലാമിക രാഷ്ട്രമുണ്ട്, അവിടെ മുസ്ലിങ്ങൾക്ക് ഭരണാധികാരിയും ഉണ്ട് എങ്കിൽ ആ ഭരണാധികാരി പുണ്യാളനാകട്ടെ തെറ്റുകൾ ചെയ്യുന്ന പാപിയാകട്ടെ അയാളുടെ കീഴിൽ ഹജ്ജ് നിർവഹിക്കുക, അതേപോലെ ജിഹാദ് ചെയ്യുക, അതേപോലെ തന്നെ ജുമുഅ നിർവഹിക്കുക, പെരുന്നാൾ കൊണ്ടാടുക എന്നുള്ളത് പിന്നെ അതിൽ തെറ്റില്ല, അത് പാപവുമല്ല എന്ന് അഭിപ്രായപ്പെടുന്നവരാണ്. വയുഹാഫിദൂൻ അലൽ ജമാഅത്ത്, അഹ്ലുസുന്ന
ജമാഅത്തുകളെ യഥാവിധം കാത്തു സൂക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ജമാഅത്തായിട്ടുള്ള നമസ്കാരങ്ങൾ, ബുഹ്ർ, അസർ, മഗ്രിബ്, ഇശ, സുബ്ഹ് തുടങ്ങിയ നമസ്കാരങ്ങൾ ജമാഅത്തായിട്ട് നിർവഹിക്കുന്നത് എന്നവരാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅ. വയദീനൂന ബിന്നസീഹത്തി ലിൽ ഉമ്മ, വയദീനൂൻ ബിന്നസീഹ, നസീഹത്ത് കൊണ്ട് അവർ തങ്ങളുടെ ദീനിനെ ചിട്ടപ്പെടുത്തുന്നു. ലിൽ ഉമ്മത്തി, നസീഹത്ത് ആരോടാ? ഉമ്മത്തിനോടാണ്, മുസ്ലിം സമൂഹത്തോടാണ്. മുസ്ലിം സമുദായം, അതിലെ നേതാക്കളാകട്ടെ അതിലെ പ്രജകളാകട്ടെ, അവരോടൊക്കെ നസീഹത്ത് വെച്ചു പുലർത്തുക എന്നുള്ളത് ദീനായി കൊണ്ട് നടക്കുന്നവരാണ് ആര്? അഹ്ലുസുന്നത്തി വൽ ജമാഅ. അതാണ് വയദീനൂൻ, ദീനായി കൊണ്ട് നടക്കുന്നു. ബിൻ നസീഹ, നസീഹത്ത് കൊണ്ട്, ലിൽ ഉമ്മ, മുസ്ലിം സമൂഹത്തിനോടുള്ള നസീഹത്ത്. അപ്പോൾ മുസ്ലിം സമൂഹത്തിൽ അയിമ്മത്തുകളുണ്ട്, ഭരണാധികാരികളുണ്ട്. അവരോടുള്ള നസീഹത്ത് എന്താ? അവരോടുള്ള നസീഹത്ത് എന്ന് പറഞ്ഞാൽ അവർക്ക് അനുസരണ പ്രതിജ്ഞയുണ്ടാകുക, ബൈഅത്ത് ചെയ്യുക, എതിരിൽ പുറപ്പെടാതിരിക്കുക, തെറ്റുകൾ അവരിൽ വന്നിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും നല്ല നിലയിൽ തിരുത്താൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ ആരായുക, ദീനിനെതിരിൽ കൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ആ വിഷയത്തിൽ അവരെ അനുസരിക്കാതിരിക്കുക. അതേപോലെ ഉമ്മത്തിനോടുള്ള, പ്രജകളോടുള്ള ഗുണകാംക്ഷ, അതാണ് ശൈഖുൽ ഇസ്ലാം ഇവിടെ തുടർത്തി പറയുന്നത്. വയഅതഖിദൂന മാന ഖൗലി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുനിയാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കിന്റെ ആശയം അവർ വിശ്വസിക്കുന്നു. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക്? അൽ മുഅ്മിനു ലിൽ മുഅ്മിൻ, ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിക്ക് കൽ ബുനിയാൻ, ഒരു എടുപ്പ് പോലെയാണ്, ബിൽഡിംഗ് പോലെയാണ്. യശുദ്ദു ബഅ്ദുഹു ബഅ്ദ, ബിൽഡിങ്ങിന്റെ ചില ഭാഗങ്ങളെ ശക്തിപ്പെടുത്തുന്നു. അപ്രകാരം ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനെ ശക്തിപ്പെടുത്തുക. ഇതാണ് ആ തിരുമൊഴിയുടെ അർത്ഥം. ഈ അർത്ഥം വിശ്വസിക്കുന്നു. അങ്ങനെയാണ് മുസ്ലിം ഉമ്മത്തിനോടുള്ള അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഗുണകാംക്ഷ, നസീഹത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യശുദ്ദു ബഅ്ദുഹു ബഅ്ദ, ഒരു ബിൽഡിങ്ങിന്റെ ചില ഭാഗത്തെ ശക്തിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട് വശബ്ബക ബൈന അസാബിഇഹി, തന്റെ വിരലുകൾ പ്രവാചകൻ ഇങ്ങനെ കോർത്തു പിടിക്കുകയുണ്ടായി. ആ ഹദീസ് ഇമാം അബൂ ദാവൂദും തിർമിദിയും മറ്റും റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഹദീസ് സഹീഹാണ്. അതേപോലെ ഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കിന്റെ അർത്ഥം അഹ്ലുസുന്ന വിശ്വസിക്കുന്നു. ഏതാണ് ആ വാക്ക്? മസലുൽ മുഅ്മിനീന ഫീ തവാദ്ദുഹിം വതറാഹുമിഹിം വതആതുഫിഹിം. മസലുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ ഉദാഹരണം, ഫീ തവാദ്ദുഹിം, അവരുടെ പരസ്പരമുള്ള സ്നേഹത്തിന്റെയും, വതറാഹുമിഹിം, അവരുടെ പരസ്പരമുള്ള കാരുണ്യത്തിന്റെയും, വതആതുഫിഹിം, പരസ്പരം അവരുടെ അലിവിന്റെയും വിഷയത്തിൽ കമസലിൽ ജസദ്, ഒരു ശരീരത്തിന്റെ ഉപമയാണ്. ഇദഷ്തക മിൻഹു ഉദു, ശരീരത്തിൽ ഒരവയവം പ്രയാസം കൊണ്ടോ വേദന കൊണ്ടോ ആവലാതിപ്പെട്ടാൽ തദാഅ ലഹു സായിറുൽ ജസദ്, ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾ ബിൽ ഹുമ്മ വസ്സഹർ, ഉറക്കമളച്ചും അതേപോലെ തന്നെ പനി പിടിച്ചും ഈ വേദന ആവലാതിപ്പെടുന്ന അവയവത്തോട് കൂറ് പുലർത്തും. അപ്പൊ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഈ ഹദീസിന്റെ പൊരുൾ വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഹദീസുകളും തേടുന്ന ആ തേട്ടത്തിൽ മുസ്ലിം ഉമ്മത്തിലെ ആളുകളോട് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് നസീഹത്ത് വെച്ച് പുലർത്തുന്നവരാണ്. വയഅ്മുറൂന ബിസ്സബ്ർ അലൽ ബല, വയഅ്മുറൂൻ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് കൽപ്പിക്കുന്നു ബിസ്സബ്ർ, ക്ഷമിക്കുവാൻ, അലൽ ബല, പരീക്ഷണങ്ങളിൽ ക്ഷമിക്കാൻ കൽപ്പിക്കുന്നു അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്. പരീക്ഷണം ഉണ്ടായാൽ, ബലാ മൂത്താൽ തൂങ്ങിച്ചാങ്ങാനോ ആത്മഹത്യ ചെയ്യാനല്ല, പിന്നെയോ ക്ഷമിക്കാനാണ് അഹ്ലുസുന്ന കൽപ്പിക്കുന്നത്. വശുക്ർ ഇൻദർ റഖ, ക്ഷേമകാലം, ക്ഷേമമുണ്ടായാൽ, ഐശ്വര്യമുണ്ടായാൽ ശുക്ർ അർപ്പിക്കണം. ഐശ്വര്യം നൽകിയ, ഔദാര്യം നൽകിയ അള്ളാഹുവിന്. അതാണ് വശുക്ർ. ശുക്ർ കൊണ്ട് അഹ്ലുസുന്നത്ത് കൽപ്പിക്കുന്നു ഇൻദർ റഖ, ക്ഷേമം, അതേപോലെ ഐശ്വര്യം,
ഉണ്ടായാൽ. വരിദ ബിമുറിൽ ഖദാ, ഖദാ അതിൻ്റെ കയ്പ്, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിച്ചത് സംഭവിക്കുമ്പോൾ അതിലുണ്ടാകുന്ന കയ്പ്, പ്രയാസം, അതിൽ അള്ളാഹുവിൻ്റെ വിധിയാണിത് എന്ന് പറഞ്ഞ് തൃപ്തിയും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് കൽപ്പിക്കുന്നു. അതിൽ തൃപ്തിപ്പെടണമെന്ന് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് കൽപ്പിക്കുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ ഖദർ ഖദാ ആയിട്ട് സംഭവിക്കുമ്പോൾ അത് നീരസമുള്ളതാണ് എങ്കിൽ, പ്രയാസകരമാണ് എങ്കിൽ അതിൽ തൃപ്തിപ്പെടണം എന്ന് അഹ്ലുസുന്നത്ത് കൽപ്പിക്കുന്നു. വയദ്ഊന ഇലാ മകാരിമിൽ അഖ്ലാഖ്, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് വയദ്ഊൻ ക്ഷണിക്കുന്നു ഇലാ മകാരിമിൽ അഖ്ലാഖ്, സ്വഭാവങ്ങളിൽ ഉത്കൃഷ്ടമായതിലേക്ക്, നല്ല സ്വഭാവങ്ങളിലേക്ക്. വ മഹാസിനിൽ അമാൽ, കർമ്മങ്ങളിൽ അത്യുത്തമമായ കർമ്മങ്ങളിലേക്ക്. വയഅ്തഖിദൂന മഅന ഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കിന്റെ ആശയത്തിൽ വിശ്വസിക്കുന്നു. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖാ, അക്മലുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളിൽ ഈമാനിനാൽ പൂർണ്ണൻ. അക്മലുൽ മുഅ്മിനീന ഈമാന, വിശ്വാസം, ഈമാൻ, അതിനാൽ സമ്പൂർണനായ മുഅ്മിൻ ആരാ? അഹ്സനുഹും ഖുലുഖ, സ്വഭാവത്താൽ ഏറ്റവും നന്നായവനാണ്, ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ് ഈമാൻ, ഏറ്റവും പൂർണ്ണമായവൻ. ഈ ഹദീസിന്റെ പൊരുൾ അഹ്ലുസുന്ന വിശ്വസിക്കുന്നു. അതുകൊണ്ട് അവരുടെ കർമ്മങ്ങളെല്ലാം സുഹൃതമായ നല്ല കർമ്മങ്ങളാണ്, അവരുടെ സ്വഭാവങ്ങൾ ഉത്തമ സ്വഭാവങ്ങളുമാണ്. ആ സ്വഭാവത്തിലേക്ക് അഹ്ലുസുന്ന ക്ഷണിക്കുന്നു. വയന്തുബൂൻ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ക്ഷണിക്കുന്നു ഇലാ അൻ തസില മൻ ഖതഅക, ഇലാ അൻ തസിൽ, താങ്കൾ ബന്ധം ചേർക്കണം എന്നതിലേക്ക്. മൻ ഖതഅക, താങ്കളോട് ബന്ധം മുറിച്ചവനോട്. അപ്പോ താങ്കളോട് ആരാണോ ബന്ധം മുറിച്ചത് അവരോട് ബന്ധം ചേർക്കണം എന്നാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഉദ്ഘോഷിക്കുന്നത്. വയന്തുബൂന ഇലാ അൻ തസിൽ, താങ്കൾ ചേർക്കാൻ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് താങ്കളെ ക്ഷണിക്കുന്നു. മൻ ഖതഅക, താങ്കളോട് ബന്ധം മുറിച്ച്. അപ്പോൾ താങ്കളോട് ഇങ്ങോട്ട് ആരാ ബന്ധം മുറിച്ച്? മാതാപിതാക്കളാണോ, സഹോദര സഹോദരികളാണോ, അടുത്തകന്ന ബന്ധുക്കളാണോ, കൂട്ടുകാരാണോ? ഇങ്ങോട്ട് ബന്ധം മുറിച്ചിട്ടുണ്ടെങ്കിലും എന്ത് ചെയ്യണം? അങ്ങോട്ട് ബന്ധം ചേർക്കണം. ഇതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ആജ്ഞാപിക്കുന്നത്. വതുഅ്തിയ മൻ ഹറമക, വതുഅ്തിയ, താങ്കൾ നൽകണം. മൻ ഹറമക, ആരാണോ താങ്കൾക്ക് തടഞ്ഞത്, താങ്കൾക്ക് ഔദാര്യം നൽകാൻ, അതേപോലെ ദാനധർമ്മം നൽകാൻ വല്ലവരും വിസമ്മതിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ തടഞ്ഞിട്ടുണ്ട് എങ്കിൽ അവർക്ക് നൽകണം എന്നതിലേക്കാണ് അഹ്ലുസുന്ന ക്ഷണിക്കുന്നത്. വതഅഫുവ അമ്മൻ ളലമക, താങ്കളോട് ആരെങ്കിലും ദുൽമ് കാണിച്ചിട്ടുണ്ട് എങ്കിൽ അവർക്ക് മാപ്പ് നൽകണം. വതഅഫുവ, താങ്കൾ മാപ്പ് നൽകുകയും വേണം. അമ്മൻ ളലമക, താങ്കളോട് ആരാണോ ദുൽമ്, അന്യായം കാണിച്ചത് അവർക്ക്. ഇതും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഇതിലേക്കും ക്ഷണിക്കുന്നു. വയഅ്മുറൂന, അഹ്ലുസുന്ന കൽപ്പിക്കുന്നു ബിബിറിൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് ബിർറ് ചെയ്യണം, പുണ്യം ചെയ്യണം എന്നുള്ളതിലേക്കും. വസിലത്തിൽ അർഹാം, അർഹാം എന്ന് പറഞ്ഞാൽ കുടുംബ ബന്ധം, സിലത്ത് എന്ന് പറഞ്ഞാൽ ചേർക്കൽ, വസിലത്തിൽ അർഹാം കുടുംബ ബന്ധം ചേർക്കലും അഹ്ലുസുന്ന കൽപ്പിക്കുന്നു. വഹുസ്നിൽ ജിവാർ, നല്ല അയൽപക്ക ബന്ധം വെച്ച് പുലർത്തണം. ഹുസ്നുൽ ജിവാർ എന്ന് പറഞ്ഞാൽ അയൽപക്കത്തോടുള്ള മാന്യമായ നല്ല പെരുമാറ്റം, അതും അഹ്ലുസുന്ന കൽപ്പിക്കുന്നു. വൽ ഇഹ്സാൻ ഇലൽ യതാമ, യതീമുകളോട് നന്മ ചെയ്യണമെന്നും. വൽ മസാക്കീൻ, മിസ്കീന്മാർക്കും നന്മ ചെയ്യണമെന്നും. വബിനി സബീൽ, വഴിപോക്കർക്കും നന്മ ചെയ്യണമെന്നും അഹ്ലുസുന്ന കൽപ്പിക്കുന്നു. യതീമുകൾ എന്ന് പറഞ്ഞാൽ പിതാവ് മരണപ്പെട്ട പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ, അവർക്ക് നന്മ ചെയ്യണം, ഇത് അഹ്ലുസുന്ന കൽപ്പിക്കുന്നു. മസാക്കീൻ എന്ന് പറഞ്ഞാൽ മിസ്കീന്മാർ, ഫുഖറാക്കൾ, ദരിദ്രന്മാർ, സാധുക്കൾ, അവർക്ക് ഇഹ്സാൻ ചെയ്യണം, അത് അഹ്ലുസുന്ന കൽപ്പിക്കുന്നു. വബിനി സബീൽ, വബിനി സബീൽ എന്ന് പറഞ്ഞാൽ വഴിപോക്കൻ എന്ന് പറഞ്ഞാൽ തൻ്റെ നാട്ടിൽ നിന്ന് പുറപ്പെട്ടു ഉദ്ദിഷ്ട ലക്ഷ്യത്തിലേക്ക് എത്താൻ വിഭവങ്ങളില്ലാതെ വഴിയിൽ തങ്ങിയവൻ, അല്ലെങ്കിൽ ഒരു നാട്ടിൽ എത്തിപ്പെട്ടു സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകുവാനുള്ള കോപ്പും വകുപ്പും കാണാത്തവർ, അവരൊക്കെ വഴിപോക്കരാണ്, ഇബ്നു സബീലാണ്. അവർക്ക് സുഹൃതം ചെയ്യണം എന്ന് അഹ്ലുസുന്ന കൽപ്പിക്കുന്നു. അതേപോലെ വരിഫ്ഖ് ബിൽ മംലൂക്ക്, അടിമകളോട്
ആർദ്രതയിൽ വർത്തിക്കണം, കനിവിൽ വർത്തിക്കണം. ഇതും അഹ്ലുസുന്ന കൽപ്പിക്കുന്നു. വയൻഹൗന അനിൽ ഫഖ്ർ വൽ ഖുയല വൽ ബഗി വൽ ഇസ്തിത്വാലതി അലൽ ഖൽഖി ബിഹഖ്ഖിൻ ഔ ബിഗൈരി ഹഖ്. വയൻഹൗന അഹ്ലുസുന്ന വിരോധിക്കുന്നു അനിൽ ഫഖ്ർ. ഫഖർ എന്ന് പറഞ്ഞാൽ അഹങ്കരിക്കുക അല്ലെങ്കിൽ പെരുമ നടിക്കുക. ഖുയല അഹങ്കരിക്കുക, ബഗി അതിക്രമിക്കുക. അപ്പൊ അതിക്രമം, അഹങ്കാരം, അതേപോലെ തന്നെ ഫഖർ. ഫഖർ എന്താ? പൊങ്ങച്ചം പറയാ. അപ്പൊ പൊങ്ങച്ചം പറയുക, അന്യരുടെ അഹങ്കരിക്കുക, അതിക്രമിക്കുക, ഇതൊക്കെ യൻഹൗന അഹ്ലുസുന്ന വിരോധിക്കുന്നു. വൽ ഇസ്തിത്വാലതി അലൽ ഖൽഖി ബിഹഖ്ഖിൻ ഔ ബിഗൈരി ഹഖ്ഖിൻ. ഇസ്തിത്വാലത്ത് അലൽ ഖൽഖ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പടപ്പുകളോട് മേന്മ നടിക്കുക, വലിയ മതരം കാണിക്കുക എന്നറിയില്ലേ, അതിനാണ് ഇസ്തിത്താലത്ത് എന്ന് പറയുക. അത് ബിഹഖ്ഖിൻ ഔ ബിഗൈരി ഹഖ്ഖിൻ, ന്യായത്തിലായാലും അന്യായത്തിലായാലും. ഒരാളുടെ പക്ഷത്താണ് ന്യായം, എന്നാലും അയാൾ വലിയ മതരം കാണിക്കുക. അല്ലെങ്കിൽ അയാളുടെ പക്ഷത്താണ് അന്യായം, അയാൾ മറ്റുള്ളവരുടെ മുന്നിൽ താൻ വലിയവനാണ് എന്നുള്ളത് നടിക്കുക. ഇത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് വിരോധിക്കുന്നു. ഇതാണ് ശൈഖുൽ ഇസ്ലാം ഇവിടെ ഉണർത്തുന്നത്. ويأمرون بمعالي الأخلاق وينهون عن صفصافها. ويأمرون أهل السنة കൽപ്പിക്കുന്നു بمعالي الأخلاق, ഉന്നതമായ സ്വഭാവങ്ങളിൽ മാലി എന്ന് പറഞ്ഞാൽ ഉത്തമമായത്. അതുകൊണ്ടാണ് അഹ്ലു സുന്ന കൽപ്പിക്കുന്നത്. സൽസ്വഭാവം, അതേപോലെ തന്നെ അന്യരോടുള്ള കാരുണ്യം, ആർദ്രത, വലിയവരെ ബഹുമാനിക്കൽ, ചെറിയവരെ ആദരിക്കൽ, ഇങ്ങനെ ക്ഷമ, വിനയം, വിട്ടുവീഴ്ച തുടങ്ങിയതായ സ്വഭാവങ്ങളിൽ മാലിയായ ഉന്നതമായതുകൊണ്ട് അഹ്ലുസുന്ന കൽപ്പിക്കുന്നു. വയൻഹൗന അഹ്ലുസുന്ന വിരോധിക്കുന്നു അൻ സഫ്സാഫിഹ. സഫ്സാഫ് എന്ന് പറഞ്ഞാൽ ഹഖീർ, വളരെ മോശമായ, നിന്ദ്യമായത്. സ്വഭാവങ്ങളിൽ നിന്ദ്യമായത്, മോശമായത് അഹ്ലുസുന്ന വിരോധിക്കുന്നു. മാലി എന്നുള്ളതിന് നേരെ വിപരീതമാണ് സഫ്സാഫ്, സഫാസിഫ് എന്ന് പറയുന്നത്. അത് അഹ്ലുസുന്ന വിരോധിക്കുന്നു. وكل ما يقولونه ويفعلونه من هذا أو غيره فإنما هم فيه متبعون للكتاب والسنة. ഷൈഖുൽ ഇസ്ലാം ഉണർത്തുന്നത് വകുല്ലു മാ യഖൂലൂനഹു, അഹ്ലു സുന്നത്ത് പറയുന്നതെല്ലാം, വയഫ്അലൂനഹു പ്രവർത്തിക്കുന്നതും, മിൻ ഹാദ ഔ ഗൈരിഹി, ഇപ്പൊ ഈ ഉപരിയിൽ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രത്യേകതയായിട്ട് ഉപരിയിൽ പറഞ്ഞതെല്ലാം, മിൻ ഹാദ ഇതാകട്ടെ, ഇവിടെ പറയാത്ത ഔ ഗൈരിഹി ഇതല്ലാത്തതാകട്ടെ, അഹ്ലു സുന്ന പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്, ഫഇന്നഹും ഫീഹി ആ വിഷയത്തിൽ അവർ മുത്തബിഊന ലിൽ കിതാബി വസുന്ന, കിതാബും സുന്നത്തും പിൻപറ്റിക്കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഉപരിയിൽ പറഞ്ഞ കുറേ ഉത്തമ സ്വഭാവങ്ങളുണ്ട്, ഉപരിയിൽ പറഞ്ഞ കുറേ ഉത്തമമായ വാക്കുകളുണ്ട്. ഇത് അഹ്ലുസുന്ന ഇതെല്ലാം പറയുന്നതും പ്രവർത്തിക്കുന്നതും അതിൽ ഫഇന്നമാ ഹും ഫീഹി അതിൽ അവർ മുത്തബിഊന പിൻപറ്റുന്നവരാണ് ലിൽ കിതാബി വസുന്ന, ഖുർആനും സുന്നത്തിനും. ഖുർആനും സുന്നത്തും പിൻപറ്റിക്കൊണ്ട് മാത്രമാണ് ഇത് എല്ലാം അഹ്ലുസുന്ന പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കിതാബിൻ്റെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. ഏതെങ്കിലും തരീഖത്തിന് പിന്നാലെ പോയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇസ്ലാമിന് അന്യമായ, ഇസ്ലാമിൽ പരിചയമില്ലാത്ത അല്ലെങ്കിൽ ഇസ്ലാമിൽ പുത്തനായ ഏതെങ്കിലും റൂട്ടുകളോ വഴികളോ
ചിന്തകളോ പ്രസ്ഥാനങ്ങളോ മാർഗങ്ങളോ പിൻപറ്റിക്കൊണ്ടല്ല, പിന്നെയോ കിതാബിൻ്റെയും സുന്നത്തിൻ്റെയും അതിനെ പിൻപറ്റിക്കൊണ്ടാണ് അഹ്ലുസുന്ന ഇത് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. വതരീഖത്തുഹും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ തരീഖത്ത് ഹിയ ദീനുൽ ഇസ്ലാം, അത് ദീനുൽ ഇസ്ലാമാണ്, ഇസ്ലാം ദീനാണ്. അല്ലദീ ബഅസ അല്ലാഹു ബിഹി മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏതൊരു ദീന് കൊണ്ട് നിയോഗിച്ചുവോ ആ ദീനുൽ ഇസ്ലാം ആകുന്നു വതരീഖത്തുഹും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ തരീഖത്ത്, മാർഗം, വഴി. ലാകിൻ لما أخبر صلى الله عليه وسلم أن أمته ستفترق على 73 فرقة كلها في النار إلا واحدة وهي الجماعة. وفي حديث عنه أنه قال هم من كان على مثل ما أنا عليه اليوم وأصحابي صار المتمسكون بالإسلام المحض الخالص عن الشوب أهل السنة والجماعة. ഷൈഖുൽ ഇസ്ലാം തുടർത്തി പറയുന്നത്, ലാക്കിൻ ഇവിടെ ഒരു കാര്യം പ്രത്യേകം പറയേണ്ടതുണ്ട്. എന്നാൽ ലമ്മ അഖ്ബറ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? അന്ന ഉമ്മതഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്ത് സതഫ്തരിഖു, അത് ഭിന്നിക്കും, അലാ 73 ഫിർഖ, 73 കക്ഷിയായി, 73 കക്ഷിയായി തന്റെ ഉമ്മത്ത് ഭിന്നിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. കുല്ലുഹാ ഫിന്നാർ, ആ ഭിന്നിക്കുന്ന കക്ഷിയെല്ലാം നരകത്തിലാണ്, ഇല്ല വാഹിദ, ഒന്നൊഴികെ. അതേതാ? വഹിയൽ ജമാ, അതത്ര അൽ ജമാ. അൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ മാ വാഫഖൽ ഹഖ്, ഹഖിനോട് ഒത്തത്. അതിന്റെ വിശദീകരണമാണ് ഇനി അടുത്ത റിപ്പോർട്ടിൽ വരുന്നത്. വഫി ഹദീസിൻ അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള ഹദീസിലുണ്ട്. ആരാ ഈ ജമാഅത്ത്? അതിന്റെ മറ്റൊരു ലഫ്ദ്, പദപ്രയോഗം, അന്നഹു ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹും അൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന കക്ഷി എന്ന് പറഞ്ഞാൽ, ഹും അവർ, മൻ കാന അലാ മിസ്ലി മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എൻ്റെ അസ്ഹാബും ഏതൊരു കാര്യത്തിന്മേലാണോ, ഏതൊന്നിന്മേലാണോ അതിന്മേൽ നിലകൊള്ളുന്നവരാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ഏതൊരു ആദർശത്തിൽ, ഏതൊരു നിലപാടിൽ, ഏതൊരു മാർഗത്തിൽ ആയിരുന്നോ ആ മാർഗത്തിൽ നിൽക്കുന്നവരാകുന്നു നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന കക്ഷി, അവരാകുന്നു അൽ ജമാ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഷൈഖുൽ ഇസ്ലാം പറയുന്നത്, ലമ്മ അഖ്ബറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞപ്പോൾ, സാറൽ മുതമസ്സികൂന ബിൽ ഇസ്ലാമിൽ മഹദ് അൽ ഖാലിസി അനി ശൗബ്, കലർപ്പിൽ നിന്ന് മുക്തമായ കൃത്യമായ ഇസ്ലാമിനെ മുറുകെ പിടിക്കുന്നവർ ആയിത്തീർന്നു. ആരായിത്തീർന്നു? അഹ്ലസുന്നത്തി വൽ ജമാ, അഹ്ലുസുന്നത്തി വൽ ജമാ. അപ്പൊ ഇവിടെ ഷൈഖുൽ ഇസ്ലാം പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഉമ്മത്തികൾ 73 കക്ഷികളായിട്ട് വഴിപിരിയും. ഒരു വിഭാഗം മാത്രമായിരിക്കും രക്ഷപ്പെടുക, ബാക്കി എല്ലാവരും നരകത്തിലായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ സാറൽ മുതമസ്സികൂന ബിൽ ഇസ്ലാമിൽ മഹദ്, തനി ഇസ്ലാം, ഏറ്റാതെ കുറക്കാതെ കൃത്യമായിട്ടുള്ള ഇസ്ലാം, അതിനെ മുറുകെ പിടിക്കുന്നവർ മുതമസ്സിക്കുകൾ ആയി തീർന്നു. അതേപോലെ അൽ ഖാലിസി അനി ശൗബ്, കലർപ്പിൽ നിന്ന് മുക്തമായ, കലർപ്പിൽ നിന്ന് മുക്തമായ എന്ന് പറഞ്ഞാൽ എന്താ? ബിദ്അത്തുകൾ ഇല്ലാതെ, ബിദ്അത്തുകൾ ദീനിൽ കലർപ്പ, ദേഹേച്ഛകൾ ദീനിൽ കലർപ്പ, തന്നിഷ്ടങ്ങൾ ദീനിൽ കലർപ്പ, ഷിർക്ക് ദീനിൽ കലർപ്പ, അന്യ ആചാരങ്ങൾ ദീനിൽ കലർപ്പാണ്. അതൊക്കെ ഷൗബാണ്. ഈ ഷൗബ്, കലർപ്പിൽ നിന്ന് അൽ ഖാലിസ്, രക്ഷപ്പെട്ട ശുദ്ധമായ അൽ ഇസ്ലാമുൽ മഹദ്, തനി ഇസ്ലാമിനെ മുറുകെ പിടിക്കുന്നവർ, സാറൽ മുതമസ്സികൂൻ, ആ മുറുകെ പിടിക്കുന്നവർ ആയിത്തീർന്നു. ആരായിത്തീർന്നു? അഹ്ലസുന്നത്തി വൽ ജമാ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ആയിത്തീർന്നു. വഫീഹിം, ഈ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലാണുള്ളത്. ഷൈഖുൽ ഇസ്ലാം തുടർത്തി പറയുന്നു, അസ്സുദ്ദീഖൂൻ വശുഹദാ വസാലിഹൂൻ വമിൻഹും അഅലാമുൽ ഹുദാ വമസാബീഹുദ് ദുജാ ഉലുൽ മനാഖിബിൽ മഅ്സൂറ വൽഫദായിലിൽ മദ്കൂറ വഫീഹിം അൽ അബ്ദാലുൽ അഇമ്മ الذين أجمع المسلمون على هدايتهم ودرايتهم. വഫീഹിം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ ഉണ്ട് അസ്ദിഖൂൻ, സിദ്ദീഖീങ്ങൾ. ആരാ സിദ്ദീഖീങ്ങൾ?
സിദ്ദീഖിയ എന്ന് പറഞ്ഞെങ്കിൽ ഒരു മർത്തബയാണ്. പ്രസിദ്ധ മർത്തബ ഷഹാദത്തിന്റെയും നുബുവത്തിന്റെയും ഇടയിലാണ്. നുബുവത്ത് പറഞ്ഞാൽ നബിമാര്. ഷഹാദത്ത് എന്ന് പറഞ്ഞാലോ അള്ളാഹുവിന്റെ കലിമത്ത് ഉന്നതമാകാൻ വേണ്ടി പോരടിച്ചിട്ട് ദീനിന്റെ മാർഗേണ ഷഹീദായവർ. ഈ ശുഹദാക്കൾക്ക് ഇസ്ലാമിൽ വലിയ സ്ഥാനമാണുള്ളത്. ഈ ഷഹാദത്തിന്റെ മർത്തബയുടെയും അതേപോലെ നുബുവത്തിന്റെ നബിമാരുടെ മർത്തബയുടെ ഇടയിലാണ് സിദ്ദീഖിയ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, സിദ്ദീഖത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ, അതേപോലെ തന്നെ മറിയം അലൈഹി സ്വലാത്തു വസ്സലാം ഉമ്മുഹു സിദ്ദീഖ, ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ഉമ്മ സിദ്ദീഖയായിരുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതൊരു പദവിയാണ്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൽ അവരിൽ സിദ്ദീഖീങ്ങളുണ്ട്, ശുഹദാക്കളുണ്ട്, ഷഹീദുമാർ. വസ്സാലിഹൂൻ, സാലിഹീങ്ങളുണ്ട്. ആരാ സാലിഹീങ്ങൾ? സാലിഹൂൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വാസവും കർമ്മവും വാക്കും നീയത്തുമൊക്കെ നന്നായവർ, ഖുർആന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ അതിനനുസരിച്ചായവർ. അവരാണ് വാക്കുകൾ, പ്രവൃത്തികൾ, വിശ്വാസം, നീയത്ത്, കർമ്മം, ഇതൊക്കെ കിതാബിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഉള്ളവരാണ് സാലിഹീങ്ങൾ. അങ്ങനെയുള്ള സാലിഹീങ്ങളും അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിലുണ്ട്. വമിൻഹും, അതേപോലെ അഹ്ലു സുന്നയിലുണ്ട് അലാമുൽ ഹുദ വ മസാബിഹുദ് ദുജ. അലാമുൽ ഹുദ എന്ന് പറഞ്ഞാൽ സന്മാർഗം അറിയിക്കുന്ന നേതാക്കന്മാർ, നായകന്മാർ, പണ്ഡിതന്മാർ. മസാബിഹുദ് ദുജ എന്ന് പറഞ്ഞാൽ ഇരുട്ടിലുള്ള മാർഗദീപങ്ങൾ, വിളക്കുകൾ എന്ന് പറഞ്ഞാൽ അന്ധകാരം മുറ്റിയ ജനതയിൽ, നാടുകളിൽ ദീൻ പഠിപ്പിക്കുന്ന, ദീൻ പറഞ്ഞു കൊടുക്കുന്ന, ദീൻ പ്രബോധനം നടത്തുന്ന ദീപങ്ങൾ, വിളക്കുകൾ. അതാണ് മസാബിഹുദ് ദുജ, ഇരുട്ടിൽ ഉള്ള വിളക്കുകൾ എന്ന് പറഞ്ഞാൽ അതൊരു പ്രയോഗം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കിതാബിലേക്കും സുന്നത്തിലേക്കും ക്ഷണിക്കുന്ന പണ്ഡിതന്മാർ. അലാമുൽ ഹുദ വ മസാബിഹുദ് ദുജ, അത് അഹ്ലു സുന്നയിലുണ്ട്. എങ്ങനെയുള്ള ഉലുൽ മനാഖിബിൽ മഅ്സൂറ, മൻഖിബത്ത്, മനാഖിബ് എന്ന് പറഞ്ഞാൽ പദവി, ശ്രേഷ്ഠത എന്നൊക്കെ അർത്ഥം. ഉലുൽ മനാഖിബ് എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠതയുള്ളവർ, പദവികളുള്ളവർ. അൽ മഅ്സൂറ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും കുറേ മഹത്വങ്ങൾ, ശ്രേഷ്ഠതകൾ പറഞ്ഞിട്ടുണ്ട്. ആ ശ്രേഷ്ഠതകൾ ഉള്ളതായ പണ്ഡിതന്മാർ. അതേപോലെ വൽ ഫദായിലുൽ മദ്കൂറ, വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും പരാമർശിക്കപ്പെട്ടതായ മഹത്വങ്ങളുള്ള, ഉത്കൃഷ്ടതകളുള്ളതായ അലാമുൽ ഹുദ വ മസാബിഹുദ് ദുജ, അന്ധകാരങ്ങളിൽ, ആ അന്ധകാരങ്ങളെ ദൂരെയാക്കുന്ന, അതിനെ ചികിത്സിക്കുന്ന, ആ ഇരുട്ടിനെ മാറ്റി വെളിച്ചം പകരുന്നതായ പണ്ഡിതന്മാർ അഹ്ലുസുന്നയിലുണ്ട്. വഫീഹിം, അപ്രകാരം അഹ്ലുസുന്നയിലുണ്ട് അൽ അബ്ദാൽ, അൽ അഇമ്മ, അഇമ്മത്തുകളായ അബ്ദാലുകൾ. അല്ലദീന, എങ്ങനെയുള്ളവരാണ് ഈ അബ്ദാലുകളായ അയിമത്തുകളായ അബ്ദാലുകൾ? അബ്ദാൽ അജ്മഅൽ മുസ്ലിമൂൻ, മുസ്ലിമീങ്ങളെ ഏകോപിച്ചിരിക്കുന്നു. അലാ ഹിദായത്തിഹിം, അവർ സന്മാർഗികളാണ്, ഹിദായത്തുള്ളവരാണ്. വദിറായത്തിഹിം, അവർ അറിവുള്ളവരുമാണ്. അപ്പൊ അറിവുള്ള, ഹിദായത്തുള്ള നേതാക്കന്മാർ, അങ്ങനെയുള്ള അബ്ദാലുകൾ എവിടെയുണ്ട്? അഹ്ലു സുന്നയിലുണ്ട്. അവർക്ക് ഹിദായത്തുണ്ട്, ഇൽമുണ്ട്, അറിവുണ്ട് എന്നുള്ളതിൽ മുസ്ലിമീങ്ങൾ ഏകോപിച്ചിരിക്കുന്നു. ഇവിടെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അബ്ദാലിനെ കുറിച്ച് പറഞ്ഞു. അബ്ദാൽ എന്ന് പറഞ്ഞാൽ എന്താ?
അബ്ദാൽ എന്ന് പറഞ്ഞാൽ ബദൽ എന്നുള്ളതിന്റെ ബഹുവചനാണ് അബ്ദാൽ. സൂഫികൾ അതുപോലെ തന്നെ ഖുബൂരികൾ ചില അബ്ദാലുകൾ അവതരിപ്പിക്കാറുണ്ട്. അവർക്ക് അഖ്താബ്, ഔതാദ്, നുജബാ, അബ്ദാല്, ഗൗസ് എന്ന് പറഞ്ഞിട്ട് ചില റിജാലുകളുണ്ട്. റിജാലുൽ ഗൈബ്, അദൃശ്യ പുരുഷന്മാർ. സൂഫികളും ഖുബൂരികളും ഈ ഓമന പേരിൽ അവർ പരിചയപ്പെടുത്തുന്നതായ ആളുകൾ അവരാണ് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത്. പ്രപഞ്ചത്തിൻ്റെ വിവിധ ദിക്കുകൾ അവരാണ് കൈയാളുന്നത്. അതിൽ ക്രയവിക്രയങ്ങൾ നടത്തുന്നത് ഇത്തരം അദൃശ്യ പുരുഷന്മാരാണ്. അങ്ങനെ അവർക്ക് കുറെ പേരുകൾ പറഞ്ഞപ്പോൾ അതിൽ അബ്ദാലുണ്ട്. അഖ്താബുകൾ എന്ന് പറഞ്ഞാൽ കുത്തുബുകൾ, അതേപോലെ തന്നെ ഔത്താദുകൾ, വത്തുദുകൾ, നുജബാ, അതേപോലെ തന്നെ അബ്ദാല്, ഗൗസ്, ഇതൊക്കെ ഓരോ മർത്തബയാണ് സൂഫി ഷേഖുമാരുടെ അല്ലെങ്കിൽ അവരുടെ റിജാൽ ഗൈബിന്റെ. ഇതിൽപ്പെട്ട അബ്ദാലല്ല ഇവിടെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അബ്ദാൽ എന്ന് പറയുമ്പോൾ ആ അബ്ദാൽ കൊണ്ടുള്ള ഉദ്ദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഒരു തിരുമൊഴിയാണ്. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തികളിൽ ഓരോ 100 വർഷത്തിന്റെ തുടക്കത്തിലും ഈ ദീനിന്റെ കാര്യങ്ങൾ പുതുക്കുന്ന ഓരോ വ്യക്തികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കും. നമുക്കറിയാം ബദല് എന്ന് പറഞ്ഞാൽ വ്യാകരണത്തിൽ ബദല് അറിയും. ബദല്, മുബ്ദല്, മുബ്ദല് മിൻഹു. ബദൽ എന്ന് പറഞ്ഞാൽ പകരം എന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ എന്താ? യബ്അസുല്ലാഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കും, ലിഹാദിഹിൽ ഉമ്മ, ഈ മുസ്ലിം ഉമ്മത്തിന്, അല റഅസി കുല്ലി മിഅത്തി സനത്തിൻ, എല്ലാ 100 വർഷത്തിന്റെയും തുടക്കത്തിൽ, മൻ യുജദ്ദിദു ലഹ, ഉമ്മത്തികൾക്ക് തജ്ദീദ് നടത്തുന്ന, അംറ ദീനിഹ, ഉമ്മത്തിന്റെ ദീനിന്റെ കാര്യം. അപ്പൊ ഉമ്മത്തിന്റെ ദീനിന്റെ കാര്യങ്ങൾ പുതുക്കുന്ന മുജദ്ദിദീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കുന്നതാണ് ഓരോ 100 വർഷം കൂടുമ്പോഴും. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ തിരുമൊഴിയാണ്. ഇമാം അബൂ ദാവൂദ് അബൂ ഹുറൈറ റളിയല്ലാഹു തആല എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ഷെയ്ഖ് അൽബാനിയെ പോലുള്ളവർ ഈ ഹദീസിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഉമ്മത്തിന്റെ പ്രത്യേകത എന്താ? ഓരോ 100 വർഷം കൂടുമ്പോഴും ആ വർഷത്തിന്റെ തുടക്കത്തിൽ, 100 വർഷത്തിന്റെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുജദ്ദിദിനെ നിയോഗിക്കും. അപ്പോൾ ഒരു മുജദ്ദിദ്, അദ്ദേഹം സമൂഹം കേടായത്, അതേപോലെ തന്നെ അന്ധത പരന്നത്, അന്ധവിശ്വാസം പരന്നത്, അതൊക്കെ എന്ത് ചെയ്യും? ചികിത്സിച്ച് നവോത്ഥാന നായകനായി പരിഷ്കരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് തൻ്റെ ധർമ്മം നിർവഹിക്കും. അയാൾ പോയാൽ അടുത്ത ആൾ വരും. അതുകൊണ്ടാണ് ബദൽ എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ മുജദ്ദിദീങ്ങൾക്ക് അബ്ദാലുകൾ എന്ന് പറയുന്നത്. ഒരാളുടെ കാലശേഷം ഒരാളുടെ പ്രവർത്തനം, അതിനെ തുടർന്ന് അടുത്ത ആളുടെ പ്രവർത്തനം, ഈ രീതിയിൽ അറിയിക്കുന്നത് കൊണ്ടാണ് അവർക്ക് അബ്ദാൽ എന്ന് പറയുന്നത്. ആ അബ്ദാലുകളാണ് ഇവിടെ ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നത്. വഫീഹിം അഹ്ലു സുന്നയിലുണ്ട് അൽ അബ്ദാൽ അൽ അഇമ്മ, ഇമാമുമാരായ അബ്ദാൽ, അവർ നേതാക്കന്മാരാണ്. അല്ലദീന, എങ്ങനെയുള്ള ഇമാമാർ? അജ്മഅൽ മുസ്ലിമൂൻ അല ഹിദായത്തിഹിം വ ദിറായത്തിഹിം, അവർക്ക് അറിവുണ്ട്, അവർക്ക് ഹിദായത്തുണ്ട് എന്നതിൽ മുസ്ലിമീങ്ങൾ ഏകോപിച്ചിരിക്കുന്നു. സൂഫികളുടെ അബ്ദാൽ ഇതല്ല. സൂഫികളുടെ അബ്ദാൽ കണ്ണിൽ കാണാത്ത, അവർ പറയുന്നത് ലോകത്തിന്റെ ഇന്ന കോണിൽ ഒരു കൂട്ടർ, വേറൊരു കോണിൽ വേറൊരു കൂട്ടർ, ഇങ്ങനെ അവരുടെ പ്രത്യേകത തന്നെ റിജാലുൽ ഗൈബാണ്, അദൃശ്യ പുരുഷന്മാരാണ്. ആ അബ്ദാലിനെ കുറിച്ചല്ല. പിന്നെ ലോകം അവരെ മനസ്സിലാക്കിയിട്ട് അവർ വിവരമുള്ളവരായിരുന്നു. അതേപോലെ തന്നെ അവർ അറിവുള്ളവരും ഹിദായത്തുള്ളവരുമായിരുന്നു എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് പറയുന്നത് പോലെ, അതേപോലെ തന്നെ അയിമത്തുകളെ കുറിച്ച് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, ഇമാം ഷാഫിഈ, അതേപോലെ തന്നെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ,
ഇങ്ങനെ അയിമത്തുകളെ കുറിച്ച് അവർ മുജദ്ദിദീങ്ങളായിരുന്നു എന്ന് ലോകം വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ളതായ അയിമത്തുകളെ കുറിച്ചാണ് ഇവിടെ അൽ അബ്ദാൽ എന്ന് പറഞ്ഞത്. വഫീഹിം അൽ അബ്ദാലുൽ അയിമ അല്ലദീന അജ്മഅൽ മുസ്ലിമൂന അലാ ഹിദായതിഹിം വദിറായതിഹിം. ഷൈഖുൽ ഇസ്ലാം പറയുകയാണ്, വഹുമു ത്വായിഫത്തുൽ മൻസൂറത്തുൽ ലത്തി ഖാല ഫീഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ലാ യദുറുഹും മൻ ഖാലഫഹും വലാ മൻ ഖദലഹും ഹത്താ തഖൂമ അസ്സാഅ. വഹും അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അവർ അത്വായിഫത്തുൽ മൻസൂറ, അവരാകുന്നു അത്തായിഫത്തുൽ മൻസൂറ, അള്ളാഹുവിൽ നിന്നുള്ള സഹായം ലഭിക്കപ്പെടുന്ന വിഭാഗം, വിജയത്തിന്റെ കക്ഷി, അള്ളാഹുവിന്റെ സഹായം ലഭിക്കുന്ന വിഭാഗം. അല്ലത്തി അത്തായിഫത്തുൽ മൻസൂറ എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ളവരാണ്? ഖാല ഫീഹിമുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ വിഷയത്തിലാണ് പറഞ്ഞത്, ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം ആയിക്കൊണ്ടേയിരിക്കും, ളാഹിരീന അലൽ ഹഖ്, ഹക്കിന്റെ മേൽ വിജയികളും ഹക്കിന്റെ മേൽ നിലയുറപ്പിക്കുന്നവരുമായി. ലാ യദുറുഹും മൻ ഖാലഫഹും, അവരെ ആര് എതിർത്താലും അത് അവർക്ക് ഒരു ഉപദ്രവം വരുത്തൂല. വലാ മൻ ഖദലഹും, ആര് അവരെ അപമാനിപ്പിച്ചു നിന്ദിച്ചുവോ വില കുറച്ച് കണ്ടോ അതും ലാ യദുറുഹും, അവർക്കൊരു ഉപദ്രവം ഏൽപ്പിക്കുകയില്ല. ഹത്താ തഖൂമ അസ്സാഅ, അന്ത്യനാൾ സംഭവിക്കുന്നത് അടുക്കുന്നത് വരെ. അന്ത്യനാൾ ഹത്താ തഖൂമ അസ്സാഅ എന്നാണ് അന്ത്യനാൾ സംഭവിക്കുന്നത് വരെ എന്നല്ല. അന്ത്യനാൾ സംഭവിക്കുമ്പോൾ ഇവിടെ കാഫിരീങ്ങൾ, അതേപോലെ തന്നെ നെറികെട്ടവർ, തെമ്മാടികൾ, അവരുടെ മേലാണ് അന്ത്യനാൾ സംഭവിക്കുക. അപ്പൊ അന്ത്യനാൾ സംഭവിക്കുന്നത് അടുക്കുന്നത് വരേക്കും ഈ കക്ഷി ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അവർ സത്യത്തിന്മേൽ നിലയുറപ്പിക്കുന്നവരും വിജയികളുമായിരിക്കും. ളാഹിരീന അലൽ ഹഖ് ലാ യദുറുഹും മൻ ഖാലഫഹും, അവരെ ആരെതിർത്തുവോ അത് അവർക്ക് ഒരു ഉപദ്രവം ഏൽപ്പിക്കുകയില്ല. വലാ മൻ ഖദലഹും, അവരെ ആരെ അപമാനിച്ചുവോ അതും അവർക്കൊരു ഉപദ്രവം വരുത്തുകയില്ല. ഹത്താ തഖൂമ അസ്സാഅ, അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഈ ഹദീസ് പിന്നെ നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. അത്തായിഫത്തുൽ മൻസൂറ, അതുപോലെ അൽ ഫിർഖത്തുൻ നാജിയ എന്ന വിഷയം ഉണർത്തിയപ്പോൾ ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അൽ അഖീദത്തുൽ വാസിത്തിയയിൽ അവസാനമായി പറഞ്ഞ ഭാഗമാണ് നമ്മൾ ഇവിടെ വിശദീകരിച്ചത്. ഷൈഖുൽ ഇസ്ലാം അവസാനിപ്പിക്കുന്നത് ഒരു പ്രാർത്ഥനയോട് കൂടിയാണ്. ഫനസ്അലുല്ലാഹൽ അദീം അൻ യജഅലനാ മിൻഹും, ഈ അഹ്ലുസുന്നത്തി വൽ ജമാഅത്താകുന്ന വിജയത്തിന്റെ കക്ഷിയിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുവാൻ നാം അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നു. വ അല്ലാ യുസീഖ ഖുലൂബനാ ബഅദ ഇദ് ഹദാന, നമുക്ക് ഹിദായത്ത് ഏകിയതിൽ പിന്നെ അള്ളാഹു നമ്മുടെ ഹൃദയങ്ങൾ തെറ്റിക്കാതിരിക്കുവാനും അള്ളാഹുവോട് തേടുന്നു. വയഹബ ലനാ മിൻ ലദുൻഹു റഹ്മതൻ, അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യം നമുക്ക് അള്ളാഹു ദാനമായി കനിയുവാനും അള്ളാഹുവോട് തേടുന്നു. ഇന്നഹു ഹുവൽ വഹാബ്, അള്ളാഹു ആകുന്നു ദാനമായി ഏകുന്നവൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസലവാതുഹു വസലാമുഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വഅലാ സായിരിൽ മുർസലീന വന്നബിയീൻ വആലി കുല്ലിൻ വസായിരി സാലിഹീൻ. ഇതാണ് ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അവസാനമായിട്ട് പിന്നെ തൻ്റെ അൽ അഖീദത്തുൽ വാസിത്തിയയിൽ ഉണർത്തിയത്. ഇതുവരെ ഏതാനും മാസങ്ങൾ നമ്മളിവിടെ വിശദീകരിച്ചത് ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലയുടെ അൽ അഖീദത്തുൽ വാസിത്തിയ എന്ന് പറയുന്ന മഹൽ ഗ്രന്ഥമാണ്. അതിൻ്റെ പിന്നെ ഭാഗങ്ങളാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ ഖൈറാത്തുകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് ഖബൂലാക്കുമാറാവട്ടെ. നമ്മുടെ വീഴ്ചകൾ അള്ളാഹു പൊറുക്കുകയും തെറ്റുകുറ്റങ്ങൾ നമുക്ക് മാപ്പാക്കുകയും ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിന മുഹമ്മദ്.